Good morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ് ആർ കോൾഡ് ഫങ്ഷൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ആർ നത്തിങ് ബട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവേണ്ടത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം റിലേഷൻസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർ ആ വീഡിയോസൊക്കെ കാണുക, എന്നാലേ റിലേഷൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു നല്ല കൺസെപ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഫങ്ഷൻസ്. അപ്പോൾ എന്താ ഫങ്ഷൻസ് എന്നാൽ ഫങ്ഷൻസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫങ്ഷൻസ് എന്ന് പറയാം. സോ ലെറ്റ് us try to understand the definition of a function. See, a function from the set A to the set B is a rule which associates every element of A with a unique element of the set B. The set A is called domain of the function and the set B is called codomain of the function, and the set of all images under F is called range of the function. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. So a function from A to B is a rule which associates every element of A with a unique element of B. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റൂൾ. അത് റൂളാണ് വിച്ച് അസോസിയേറ്റ്സ് എങ്ങനെയുള്ളത്, വിച്ച് അസോസിയേറ്റ്സ് എവറി എലിമെന്റ് ഓഫ് എ വിത്ത് എ യുണീക്ക് എലിമെന്റ് ഓഫ് ബി. എയിലെ ഓരോ എലിമെന്റിനെയും ബിയിലുള്ള ഒരേ ഒരു എലിമെന്റുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു നിയമത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫംഗ്ഷൻ എന്ന് പറയാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ളത് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണം, എയിലെ ഓരോ എലിമെന്റിനും ബിയിലുള്ള എലിമെന്റിനുമായിട്ട് അസോസിയേഷൻ ഉണ്ടാവണം. ഓരോ എലിമെന്റിന്റെയും ഇമേജ് നമ്മൾ പറയാം, ഇമേജ് എന്താവണം, യുണീക്ക് ആവണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ഒരു. അപ്പൊ എയിലുള്ള എല്ലാ എലിമെന്റിനും ഇമേജസ് ഉണ്ടാവണം, ഒറ്റ എലിമെന്റിന് പോലും ഒന്നിലധികം ഇമേജസ് ഉണ്ടാവരുത്. അപ്പൊ ഇത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ് ആണ്. ഇതൊക്കെ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ് ആണ്. അപ്പൊ ഇത് ഫംഗ്ഷൻ ആണോ നോക്കും. നമുക്ക് എയിലെ എല്ലാ എലിമെന്റിനും ബിയിൽ എന്തുണ്ട്, ഇമേജസ് ഉണ്ട്. 1ന്റെ ഇമേജ് ആണ് 4, 2ന്റെ ഇമേജ് ആണ് 5, 3യുടെ ഇമേജ് ആണ് 6. അപ്പൊ എയിലുള്ള എല്ലാ എലിമെന്റിനും ബിയിൽ എന്തുണ്ട്, ഇമേജസ് ഉണ്ട്. ഈ 1ന്റെയും 2ന്റെയും 3ന്റെയും ഇമേജസ് യുണീക്ക് ആണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോന്നിനും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. 1ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ, 4, 2ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ, 5, 3ക്ക് ഒരേ ഒരു ഇമേജേ ഉള്ളൂ, 6. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതാണ് നമുക്ക്. So this also is a function from A to B. ഇവിടെ A എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്, കളർ ഓഫ് ബോൾ, ബോളിന്റെ കളറാണ്. ബി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്, പ്രൈസ്. അപ്പൊ നമുക്ക് ഇവിടെ A എന്ന് പറഞ്ഞാൽ ബോളിന്റെ കളറാണ്, ബി എന്ന് പറഞ്ഞാൽ ബോളിന്റെ വില. അപ്പൊ നമുക്ക് റെഡ് ബോൾ അതിന് എത്ര രൂപയാണ്, 3 രൂപയാണ്. ബ്ലൂ ബോളിന്റെ എത്ര രൂപയാണ്, 2 രൂപയാണ്. ബ്ലാക്ക് ബോളിന്റെ എത്ര രൂപയാണ്, 1 രൂപയാണ്. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള. 4 രൂപ വിലയുള്ള ബോൾ ഇല്ല. അപ്പൊ ഇത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ്, നമുക്ക് ഇവിടെയുള്ള റെഡിനും ബ്ലൂവിനും ബ്ലാക്കിനും ഒക്കെ ഇമേജസ് ഉണ്ട്, ഒന്നിലധികം ഇമേജസ് ഇല്ല. ഇവിടെ ഇത് നോക്ക്, ഇതും എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നോക്ക്, 1ന്റെ ഇമേജ് യുണീക്ക് ആണ്. 1ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ ബി, 2നും ഒരേ ഒരു ഇമേജേ ഉള്ളൂ ബി, 3ക്ക് ഒരേ ഒരു ഇമേജേ ഉള്ളൂ ബി. ഈ 3ന്റെയും ഇമേജസ് സെയിം ആണ്, അതിന് കുഴപ്പമില്ല. ഒന്നിലധികം എലിമെന്റിന് ഒരേ ഇമേജസ് ഉണ്ടായ കുഴപ്പമില്ല, പക്ഷെ ഒരു എലിമെന്റിനും എന്തുണ്ടാവരുത്, ഒന്നിലധികം ഇമേജസ് ഉണ്ടാവരുത്. അപ്പൊ ഇവിടെ എയിലുള്ള എല്ലാ എലിമെന്റ്സിനും ഇമേജ് ഉണ്ട്. എല്ലാ എലിമെന്റിനും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ, ഒന്നിലധികം ഇമേജ് ഒറ്റ എലിമെന്റിനും ഇല്ല. അപ്പൊ ഇതും ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ ഈ ജിയും ഫംഗ്ഷൻ ആണ്, എച്ചും ഫംഗ്ഷൻ ആണ്. ഇതെന്താണ്, ദിസ് ഓൾസോ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഇത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണ്. ഇപ്പൊ നമുക്ക് 1ന് ഇമേജ് ഉണ്ട്, 2ന് ഇമേജ് ഉണ്ട്, പക്ഷെ 3ക്ക് എന്തില്ല, ഇമേജ് ഇല്ല. അപ്പൊ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റിനും എന്ത് വേണം, ഇമേജ് വേണം. ഇവിടെ 3ക്ക് ഇമേജ് ഇല്ല, therefore this is not a function. ഇവിടെ 3ക്ക് ഇമേജ് ഇല്ലാത്തതുകൊണ്ട് എന്തല്ല, ഫംഗ്ഷൻ അല്ല. ഇവിടെ എന്താണ്,
ഇവിടെ എയിലുള്ള എല്ലാ എലിമെന്റിനും ബിക്ക് ഇമേജ് ഉണ്ട്, പക്ഷെ വണ്ണിന്റെ ഇമേജ് എന്തല്ല, യുണീക്ക് അല്ല. വണ്ണിന് ഒന്നിലധികം ഇമേജസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇതും എന്തല്ല, ഫംഗ്ഷൻ അല്ല. അപ്പോ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സിനും എന്ത് വേണം, ഇമേജസ് വേണം ബിയിൽ. ഒരു എലിമെന്റിന് പോലും ഒന്നിലധികം ഇമേജസ് ഉണ്ടാവരുത്. അപ്പൊ ഇവിടെ 3ക്ക് ഇമേജ് ഇല്ല, അപ്പൊ അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇവിടെ 1ന് 2 ഇമേജസ് ഉണ്ട്, അപ്പൊ 1ന്റെ ഇമേജ് യുണീക്ക് അല്ല എന്നാ പറയാം. 1ന്റെ ഇമേജ് എന്തല്ല, യുണീക്ക് അല്ല. അപ്പൊ ഇത് എന്തല്ല, ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇത് മൂന്നും എന്താണ്, ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിലുള്ള ഓരോ എലിമെന്റിനെയും ബിയിലുള്ള ഒരേ ഒരു എലിമെന്റുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തുന്ന ഒരു റൂളിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് മൂന്നും ഫംഗ്ഷൻസ് ആണ്, പക്ഷെ ഇത് രണ്ടും എന്തല്ല, ഫംഗ്ഷൻസ് അല്ല. ഇതൊക്കെ നമ്മൾ എന്താന്ന് പറയാം, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ് ആണെന്ന് പറയാം. അപ്പോ all functions from A to B are relations from A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻസും എന്ത് തന്നെയാണ്, റിലേഷൻസ് ആണ്. ബട്ട് വി കനോട്ട് സേ ദാറ്റ് ഓൾ റിലേഷൻസ് ആർ ഫംഗ്ഷൻസ്. പക്ഷെ എല്ലാ റിലേഷൻസും എന്തല്ല, ഫംഗ്ഷൻസ് അല്ല. ഇതൊക്കെ റിലേഷൻസ് ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആവണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഫസ്റ്റ് എലിമെന്റ് എയിലതാവണം, സെക്കൻഡ് എലിമെന്റ് ബിയിലതാവണം. അപ്പൊ ഇതൊക്കെ എയിൽ നിന്ന് ബിയിലേക്കുള്ള എന്താണ്, റിലേഷൻസ് ആണ്. പക്ഷെ ഇത് മൂന്നും ഫംഗ്ഷൻസ് ആണ്. ഇത് മൂന്നും എന്തല്ല, ഇത് രണ്ടും എന്തല്ല, ഫംഗ്ഷൻസ് അല്ല. ഇത് രണ്ടും ഫംഗ്ഷൻ അല്ലാത്തത് എന്തുകൊണ്ടാ, ഇവിടെ 3ക്ക് ഇമേജ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇവിടെ 1ന്റെ ഇമേജ് യുണീക്ക് അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, ഫംഗ്ഷൻ അല്ല. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലെ എല്ലാ എലിമെന്റിനും ബിയിൽ എന്ത് വേണം, ഇമേജസ് വേണം. ഒരു എലിമെന്റിന് പോലും ഒന്നിലധികം എന്തുണ്ടാവരുത്, ഇമേജസ് ഉണ്ടാവരുത്. അതായത് ഓരോ എലിമെന്റിന്റെയും ഇമേജസ് എന്താവണം, യുണീക്ക് ആവണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റിന് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നിലധികം ഇമേജസ് ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആവില്ല. അപ്പൊ ഇവിടെ ഒന്നിലധികം ഇമേജ് ഉണ്ട് ഒന്നിന്, അപ്പൊ അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇവിടെ 3ക്ക് ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. സോ ദീസ് 3 ആർ ഫംഗ്ഷൻസ്. സോ ഫംഗ്ഷൻസ് ആർ നത്തിങ് ബട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ്. സോ ഓൾ ഫംഗ്ഷൻസ് ആർ റിലേഷൻസ്, ബട്ട് ഓൾ റിലേഷൻസ് ആർ നോട്ട് ഫംഗ്ഷൻസ്. Relations satisfying certain properties are functions. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ, റിയൽ ഫംഗ്ഷൻസ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ഇമേജ് ആൻഡ് പ്രീ ഇമേജ് ഓഫ് എലിമെന്റ്സ് എക്സെട്ര. അതെന്താന്ന് നോക്കാം. അടുത്ത റിയൽ ഫംഗ്ഷൻസ് എന്താണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഈ രണ്ട് കൺസെപ്റ്റും വളരെ സിമ്പിൾ ആണ്. റിയൽ ഫംഗ്ഷൻസ് മീൻസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ആർ സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. That means if the domain and codomain of a function are subsets of real numbers, then such a function is called a real function. ഇപ്പൊ എന്താ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആവണം. രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്നാ പറയാ, റിയൽ ഫംഗ്ഷൻ എന്നാ പറയാം. So what is meant by real function? Real function means domain and codomain are subsets of real numbers. Domain and codomain are subsets of real numbers. Then such a function is called a real function. So real function means domain and codomain are subsets of real numbers. എന്താ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു സെറ്റിനാണ് നമ്മൾ എന്ത് പറയാ, റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അതായത് 10ാം ക്ലാസ് വരെ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയാ, റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ valued function. See, real valued function means codomain should be a subset of real numbers. If the codomain of a function is a subset of real numbers, then such a function is called a real valued function. ഡൊമൈനും കോഡൊമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, റിയൽ ഫംഗ്ഷൻസ് പറയും. കോഡൊമൈൻ മാത്രം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആവുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ റിയൽ ഫംഗ്ഷൻ എന്തുവാണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനുമാണ്. റിയൽ ഫംഗ്ഷനെ നമുക്ക് എന്തും പറയാം, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ മീൻസ് കോഡൊമൈൻ ഈസ്
Codomain is a subset of real numbers. Codomain is a subset of real numbers. So this is the concept of real function and real valued function. For real function എന്ന് പറഞ്ഞാൽ എന്താവണം? ഡൊമൈനും കോഡമൈനും രണ്ടും എന്താവണം? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആവണം. ഇതിൽ കോഡമൈൻ മാത്രം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാ പറയാ. നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ എടുക്കാം. ദിസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഇസ് ഈക്വൽ ടു എ. ഏത് പറഞ്ഞ സെറ്റ് മൊത്തം എടുത്താൽ അതിനാണ് നമ്മൾ എന്താ പറയാ? ഡൊമൈൻ. വാട്ട് ഈസ് കോഡമൈൻ? കോഡമൈൻ ഇസ് ഈക്വൽ ടു ബി. ബി എന്ന് പറഞ്ഞ സെറ്റ് മൊത്തം എടുത്താൽ നമ്മൾ എന്താ പറയാ? കോഡമൈൻ എന്ന് പറയാം. ആൻഡ് വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് അണ്ടർ എഫ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും ഇമേജസിന്റെ സെറ്റ് ആണ്. ഇവിടെ ഇമേജ് 1ന്റെ ഇമേജ് 4, 2ന്റെ ഇമേജ് 5, 3ന്റെ ഇമേജ് 6. അപ്പോൾ 4, 5, 6 ആണ് റേഞ്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഡൊമൈനും 1, 2, 3, 4, 5, 6 ആണ് കോഡമൈൻ. അപ്പൊ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഡൊമൈനും കോഡമൈനും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എഫ് എന്താണ്? റിയൽ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? റിയൽ ഫംഗ്ഷൻ ആണ്. സോ എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ഫംഗ്ഷൻ. ജിയുടെ കേസിൽ എന്താണ് സ്ഥിതി? സോ വാട്ട് ഈസ് എ ഡൊമൈൻ? ജിയുടെ കേസിൽ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഇസ് ഈക്വൽ ടു സെറ്റ് എ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ബ്ലൂ ഗ്രീൻ, റെഡ് ബ്ലൂ ബ്ലാക്ക്. And what is codomain? Codomain is equal to set B. B എന്ന് പറഞ്ഞ സെറ്റ് മൊത്തം എടുത്താൽ അതിനാണ് നമ്മൾ കോഡമൈൻ എന്ന് പറയാം. കോഡമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3, 4. സെറ്റ് 1, 2, 3, 4. And what is range? Range is the set of all images. Range എന്ന് പറഞ്ഞാൽ ഇമേജസിന്റെ മാത്രം സെറ്റ്. നമുക്ക് റെഡിന്റെ ഇമേജ് 3, ബ്ലൂവിന്റെ ഇമേജ് 2, ബ്ലാക്കിന്റെ ഇമേജ് 1. അപ്പോൾ 1, 2, 3 മാത്രമേ ഉള്ളൂ ഇമേജസ് ആയിട്ട്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1, 2, 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണോ? അല്ല. ഇവിടെ നമുക്ക് ഡൊമൈൻ റെഡ് ബ്ലൂ ബ്ലാക്ക് ആണ്. റെഡ് ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് അല്ല, ഇത് കളേഴ്സ് ആണ് ബോളിന്റെ. അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്തല്ല? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല, റിയൽ നമ്പേഴ്സ് അല്ല. പക്ഷെ കോഡമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. കോഡമൈൻ 1, 2, 3, 4 എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. സോ ദിസ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ദിസ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇവിടെ ഡൊമൈനും ഈ കേസിൽ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ ഫംഗ്ഷൻസ് ആണ്. രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇപ്പൊ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് അല്ല, പക്ഷേ കോഡമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. കോഡമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ എന്താ പറയാ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാ പറയാ. ഈ കേസിലോ ഇവിടെ റിയൽ ഫംഗ്ഷൻസ് അല്ല, ഇത് റിയൽ ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട് ഇത് റിയൽ ഫംഗ്ഷൻ അല്ല? റിയൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനും കോഡമൈനും എയും ബിയും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആവണം. ഇവിടെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഇസ് ഈക്വൽ ടു സെറ്റ് എ. എ എന്ന് പറഞ്ഞാൽ 1, 2, 3. ആൻഡ് വാട്ട് ഈസ് കോഡമൈൻ? കോഡമൈൻ ഇസ് ഈക്വൽ ടു സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റ് മൊത്തം എഴുതണം കോഡമൈനിൽ. അപ്പൊ എ ബി സി. ആൻഡ് വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജസിന്റെ മാത്രം സെറ്റാണ്. ഇവിടെ ഇമേജ് ആയിട്ട് ബി മാത്രമേ ഉള്ളൂ. 1ന്റെയും 2ന്റെയും 3ന്റെയും ഇമേജ് എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. അപ്പൊ 1ന്റെ ഇമേജും 2ന്റെ ഇമേജും 3യുടെ ഇമേജും ബി തന്നെയാണ്. അപ്പൊ ഇവിടെ ഇമേജസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് റേഞ്ച്. അപ്പൊ റേഞ്ച് ഇസ് ഈക്വൽ ടു ബി മാത്രമേ ഉള്ളൂ. ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. ഡൊമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്, പക്ഷേ കോഡമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. അപ്പോൾ ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സ് അല്ലാത്തത് കൊണ്ട് ഇത് എന്ത് ഫംഗ്ഷൻ അല്ല? റിയൽ ഫംഗ്ഷൻ അല്ല. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണോ നോക്കാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ കോഡമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആവണം. കോഡമൈൻ ABC ആണ്, അത് റിയൽ നമ്പേഴ്സ് ആണോ? നമ്പേഴ്സ് അല്ല. അപ്പൊ ഇവിടെ ഇത് കോഡമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല, അതുകൊണ്ട് ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല. ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയാൽ മാത്രമേ ഇത് റിയൽ ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പൊ ഇത് എന്തല്ല? റിയൽ ഫംഗ്ഷനും അല്ല, റിയൽ വാല്യൂഡ് ഫംഗ്ഷനും അല്ല.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ concept എന്താണ്? Real function and real valued function. So what do you mean by real function? Real function means a function whose domain and codomain are subsets of real numbers. Real valued function means a function whose codomain is a subset of real numbers. അപ്പോൾ ഡൊമൈനും കോഡമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനെ റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. കോഡമൈൻ മാത്രം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ റിയൽ ഫംഗ്ഷൻ നമുക്ക് എന്തും പറയാൻ വേണമെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കാരണം റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കോഡമൈനും എന്തായിരിക്കും? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ റിയൽ ഫംഗ്ഷൻസ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രം എ ടു ബി ഇസ് എ റൂൾ. എ ആൻഡ് ബി ആർ ടു നോൺ എംപ്റ്റി സെറ്റ്സ്. അപ്പൊ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂളാണ്. എങ്ങനെയുള്ള റൂള്? വിച്ച് അസോസിയേറ്റ്സ് എവറി എലിമെന്റ് ഓഫ് എ വിത്ത് എ യുണീക് എലിമെന്റ് ഓഫ് ബി. എയിലെ ഓരോ എലിമെന്റിന്റെയും ബിയിലുള്ള ഒരേ ഒരു എലിമെന്റുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തുന്ന നിയമത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾ റിലേഷൻസ് ആർ നോട്ട് ഫംഗ്ഷൻസ്. എല്ലാ റിലേഷൻസും എന്തല്ല? ഫംഗ്ഷൻ അല്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസ് മാത്രമേ എന്താവുള്ളൂ? ഫംഗ്ഷൻ ആവുള്ളൂ. പക്ഷെ എല്ലാ ഫംഗ്ഷനും എന്താണെന്ന് നമ്മൾ കണ്ടു? റിലേഷൻസ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള എന്തായിരിക്കും? റിലേഷനും കൂടി ആയിരിക്കും. അപ്പോൾ എയിലുള്ള എല്ലാ എലിമെന്റിനും ബിയിൽ ഇമേജസ് ഉണ്ടാവണം. ഒരു എലിമെന്റിന് പോലും ഒന്നിലധികം ഇമേജസ് ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ മാത്രമേ എന്താവുള്ളൂ? ഫംഗ്ഷൻ ആവുള്ളൂ. എന്തൊക്കെ കണ്ടീഷൻസ്? എയിലുള്ള എല്ലാ എലിമെന്റിനും ബിയിൽ എന്ത് വേണം? ഇമേജ് ഉണ്ടാവണം. ഒരു എലിമെന്റിന് പോലും എന്തുണ്ടാവരുത്? ഒന്നിലധികം ഇമേജസ് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റിന് ഒരേ ഒരു ഇമേജ്. എവറി എലിമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയിലെ ഓരോ എലിമെന്റിനും എന്ത് വേണം? ഇമേജസ് വേണം. എ എന്ന് പറഞ്ഞ സെറ്റിന് മൊത്തമായിട്ട് നമ്മൾ പറയുന്ന പേരെന്താണ്? ഡൊമൈൻ. ബി എന്ന് പറഞ്ഞ സെറ്റിന് മൊത്തം നമ്മൾ പറയുന്ന പേരെന്താണ്? കോഡൊമൈൻ. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇമേജസിന്റെ മാത്രം സെറ്റാണ്. റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇമേജസ്. പിന്നെ നമ്മൾ കണ്ടു റിയൽ ഫംഗ്ഷൻസ് ആൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. റിയൽ ഫംഗ്ഷൻസ് മീൻസ് ബോത്ത് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ആർ സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഡൊമൈനും കോഡൊമൈനും രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പൊ ഇത് ഇവിടെ ഡൊമൈനും കോഡൊമൈനും രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഇത് റിയൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഡൊമൈനും കോഡൊമൈനും രണ്ടും റിയൽ നമ്പേഴ്സ് അല്ല. ഇവിടെയും രണ്ടും റിയൽ നമ്പേഴ്സ് അല്ല. അപ്പൊ ഇത് രണ്ടും എന്തല്ല? റിയൽ ഫംഗ്ഷൻസ് അല്ല. പക്ഷെ ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. കാരണം ഇവിടെ കോഡൊമൈൻ ആണ് ബി. കോഡൊമൈൻ ഏതിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. കോഡൊമൈൻ 1 2 3 4 അത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇത് റിയൽ ഫംഗ്ഷനും അല്ല, റിയൽ വാല്യൂഡ് ഫംഗ്ഷനും അല്ല. റിയൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇത് രണ്ടും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിരിക്കണം. നമുക്ക് കോഡൊമൈൻ ബി അത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? റിയൽ വാല്യൂഡ് ഫംഗ്ഷനും അല്ല. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ചെറിയ പ്രോബ്ലത്തിലേക്ക് പോവാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ. ഈ ഫംഗ്ഷൻ ഈ പ്രോബ്ലം നോക്കാം. കൺസിഡർ എഫ് എൻ ടു ഡബ്ല്യു. എന്താ എഫ് എൻ ടു ഡബ്ല്യു? എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫംഗ്ഷൻ. എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. എൻ അറിയാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഡബ്ല്യു ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 5 6. ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ എന്റെ കൂടെ എന്തും കൂടെ വരും? സീറോയും കൂടെ വരും. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. ഡബ്ല്യു മീൻസ് 0 1 2 3 4 5 6 എക്സെട്ര. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ഹോൾ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. ഗിവൻ ബൈ f of x equal to 2x. ഫൈൻഡ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ്. നമുക്ക് ഈ ഫംഗ്ഷന്റെ ആരോ ഡയഗ്രാം വെച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് it is a function f from n to w. ഇങ്ങനെ എഴുതാം. This is read as a function from n to w. n ൽ നിന്നും w ലേക്കുള്ള ഒരു ഫംഗ്ഷൻ. f എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് n is the domain, w is the codomain. So this is the function f. And the function is defined as f of x is equal to 2x. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? f of x is equal to 2x ആണ്. ഇപ്പൊ നമുക്ക് n ൽ നിന്നും w ലേക്കുള്ള ഫംഗ്ഷൻ f ഡിഫൈൻഡ് ബൈ f of x equal to 2x. നമുക്ക് n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ വരിക? 1 2 3 4 5 എക്സെട്ര. w എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സിൽ ഏതും കൂടെ വരും? 0 1 2 3 4 5 6 7 8 എക്സെട്ര.
So this is a function f from n to w defined by f of x equal to 2x. n എന്ന w ലേക്കുള്ള ഒരു ഫംഗ്ഷൻ f of x is equal to 2x. അപ്പോൾ നമുക്ക് 1 ന്റെ ഇമേജ് നമ്മൾ എന്താ പറയാ f of 1. ഇവിടെ ഫസ്റ്റ് എലിമെന്റ് 1 ആണ്. 1 ന്റെ ഇമേജ് നമ്മൾ എന്താ പറയാ f of 1. f of 1 എന്തായിരിക്കും 2 into 1. ഓക്കെ, 1 ന്റെ ഇമേജ് എങ്ങനെയാണ് f of 1. f of 1 is equal to 2 into 1. 2 into 1 is 2. അപ്പോൾ 1 ന്റെ ഇമേജ് 2 ആണ്. 2 ന്റെ ഇമേജ് എങ്ങനെയാ വരിക f of 2. 2 ന്റെ ഇമേജ് f of 2 ആണ്, that is 2 into 2, that is 4. അപ്പോൾ 2 ന്റെ ഇമേജ് 4. 3 ന്റെ ഇമേജ് എങ്ങനെ കിട്ടുക f of 3. 3 ന്റെ ഇമേജ് കിട്ടണമെങ്കിൽ f of 3 ആണ്. Image of 3 is f of 3. So f of 3 is 2 into 3, that is 6. അപ്പോൾ 3 ന്റെ ഇമേജ് 6 ആണ്. ഇനി 4 ന്റെ ഇമേജ് എങ്ങനെ വരിക 4 ന്റെ ഇമേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക f of 4 ആണ്. f of 4 എന്ന് പറഞ്ഞാൽ 4 ന്റെ ഇമേജ് എന്നർത്ഥം. അപ്പോൾ 4 ന്റെ ഇമേജ് f of 4 ആണ്. അതെന്താണ് 2 into 4, അത് 8 ആണ്. 4 ന്റെ ഇമേജ് 8. പിന്നെ 5 ന്റെ ഇമേജ് ഇങ്ങനെ പോകും. So this is a function f defined from n to w. And what is the domain of the function? Domain is equal to n. Domain is the set of natural numbers 1 2 3 4 5 6 etc. Domain എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞ സെറ്റ് മൊത്തമാണ് domain. And what is codomain? Codomain is equal to w. W എന്ന് പറഞ്ഞാൽ എന്താ 0 1 2 3 4 etc. Natural numbers are domain. Domain is 1 2 3 4 5 6 etc. And what is range? Range is the set of all images under f. Range le images മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ന്റെ ഇമേജ് ആണ് 2, 1 ന്റെ ഇമേജ് ആണ്. പിന്നെ അടുത്ത ഇമേജ് 4 ആണ്, 2 ന്റെ ഇമേജ് ആണ്. അടുത്ത ഇമേജ് 6 ആണ്. അപ്പോൾ ഇമേജസ് ഏതൊക്കെയുള്ളൂ 2 4 6 8 etc. 2 4 6 8 etc. So this is a domain, codomain and range. So what is the image of 1? 2. See, image of 1 is equal to 2. അത് നമ്മൾ എങ്ങനെ എഴുതാം 1 ന്റെ ഇമേജ് ആണ് 2. അത് നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ എഴുതും f of 1 is equal to 2 എന്ന് എഴുതാം. 1 ന്റെ ഇമേജ് ആണ് 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം f of 1 is equal to 2. 1 ന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ f of 1 ആണ്. f of 1 എന്ന് പറഞ്ഞാൽ 2 into 1, that is 2. അപ്പോൾ 1 ന്റെ ഇമേജ് ആണ് 2. 2 ന്റെ എന്താണ് 1? 2 ന്റെ പ്രീ ഇമേജ് ആണ് 1. നമുക്ക് 1 ന്റെ ഇമേജ് ആണ് 2 എങ്കിൽ 2 ന്റെ പ്രീ ഇമേജ് ആണ് 1. സോ പ്രീ ഇമേജ് ഓഫ് 2, പ്രീ ഇമേജ് ഓഫ് 2, 2 ന്റെ പ്രീ ഇമേജ് എന്താണ് 1. നമുക്ക് 1 ന്റെ ഇമേജ് ആണ് 2, 2 ന്റെ പ്രീ ഇമേജ് ആണ് 1. പ്രീ ഇമേജ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. അത് നമ്മൾ എങ്ങനെ എഴുതാം ഇമേജ് എന്നുള്ളതിന് f of എന്ന് എഴുതാം. പ്രീ ഇമേജ് നമ്മൾ f ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, പ്രീ ഇമേജ് ഓഫ് 2, അപ്പോൾ അത് f ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1 എഴുതാം. f ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. f റേസ് ടു -1 എന്നുള്ള ഫോമിൽ എഴുതും. അപ്പോൾ f പ്രീ ഇമേജ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. therefore f ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. അത് ഇപ്പോൾ നമുക്ക് വാട്ട് ഈസ് ഇമേജ് ഓഫ് 2 is equal to 4. 2 ന്റെ ഇമേജ് എത്രയാണ് 4. 2 ന്റെ ഇമേജ് എങ്ങനെ കാണാം f of 2, 2 into 2, that is 4. അപ്പോൾ 2 ന്റെ ഇമേജ് 4 ആണ്. നമ്മൾ എങ്ങനെ എഴുതാം f of 2 is equal to 4. അപ്പോൾ 4 ന്റെ എന്താണ് 2? 2 ന്റെ ഇമേജ് ആണ് 4. അപ്പോൾ 4 ന്റെ പ്രീ ഇമേജ് ആണ് 2 അല്ലേ? 4 ന്റെ പ്രീ ഇമേജ് ആണ് 2. സോ വാട്ട് ഈസ് പ്രീ ഇമേജ് ഓഫ് 4? പ്രീ ഇമേജ് ഓഫ് 4 is equal to 2. അപ്പോൾ 4 ന്റെ പ്രീ ഇമേജ് 2, 2 ന്റെ ഇമേജ് ആണ് 4, 4 ന്റെ പ്രീ ഇമേജ് ആണ് 2. പ്രീ ഇമേജ് ഓഫ് 4 is 2. പ്രീ ഇമേജ് ഓഫ് 4 നമ്മൾ എങ്ങനെ എഴുതാം f ഇൻവേഴ്സ് ഓഫ് 4, that is equal to 2. അങ്ങനെ അപ്പോൾ ഇമേജ് പ്രീ ഇമേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡൊമൈൻ ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, codomain is a set of whole numbers, and range is the set of all images under f, which is 2 4 6 8 etc. So image of 1 is 2. 2 ന്റെ ഇമേജ് 1 ആണ്. സോറി 1 ന്റെ ഇമേജ് 2 ആണ്. അപ്പോൾ f of 1 is equal to 2 എന്നാണ്. 2 ന്റെ പ്രീ ഇമേജ് ആണ് 1. പ്രീ ഇമേജ് ഓഫ് 2, 2 ന്റെ പ്രീ ഇമേജ് ആണെന്ത് 1. അതെങ്ങനെ എഴുതാം f ഇൻവേഴ്സ് ഓഫ് 2. f ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ന്റെ പ്രീ ഇമേജ് എന്ന് എഴുതാം.
എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇമേജ്, എഫ് ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ്. എഫ് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇമേജ്, പ്രീ ഇമേജ്, ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്, ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ആ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഈ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്ക് പോവുക ചെയ്യാം. അതേപോലെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, വേറൊരു റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി. Number of functions from A to B is equal to n of B raised to n of A. Number of functions from A to B, number of functions from A to B. A യിൽ നിന്ന് B യിലേക്കുള്ള ഫംഗ്ഷൻസിന്റെ എണ്ണം എന്തായിരിക്കും? n of B raised to n of A. n of B എന്ന് പറഞ്ഞാൽ B യിലെ മെമ്പേഴ്സിന്റെ എണ്ണം raised to A യിലെ എലിമെന്റ്സിന്റെ എണ്ണം. അപ്പൊ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം റേസ് ടു എയിലെ എലിമെന്റ്സിന്റെ എണ്ണം ആയിരിക്കും എന്ത്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻസിന്റെ എണ്ണം. അപ്പൊ ആദ്യം ബിയുടെ രണ്ടാമത്തെ സെറ്റിലെ എലിമെന്റ്സിന്റെ എണ്ണമാണ് എഴുതേണ്ടത്. ഒരു പ്രോബ്ലം നോക്കാം. എ ഈസ് ഈക്വൽ സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ സെറ്റ് എ ബി. B is equal to set AB. Find number of functions from A to B. So what is number of functions from A to B? Number of functions from A to B is number of elements in B raised to number of elements in A. Number of elements in B, n of B എന്ന് പറഞ്ഞാൽ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം. ബിയിൽ എത്ര എലിമെന്റ്സ് ഉള്ളൂ? 1 2, 2 എലിമെന്റ്സ് ഉള്ളൂ. Raised to number of elements in A. Number of elements in A. Aയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 3 elements. 2 raised to 3. That is equal to 8. അപ്പോൾ A1 2 3 B is equal to AB ആണെങ്കിൽ, B is equal to set AB ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവും? ആകെ 8 ഫംഗ്ഷൻസ് ഉണ്ടാവും എയിൽ നിന്ന് ബിയിലേക്ക്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം B to A. ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻസ്. ഓക്കെ, ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ഇവിടെ രണ്ടാമത്തെ സെറ്റ് എ ആണ്. അപ്പോൾ എങ്ങനെ വരാം? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ, number of functions from B to A is number of elements in A raised to number of elements in B. അതായത് എയിലെ എലിമെന്റ്സിന്റെ എണ്ണം raised to ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം. എയിലെ എലിമെന്റ്സിന്റെ എണ്ണം എത്രയാ? 3. 3 എലിമെന്റ്സ് ഉള്ളൂ. raised to ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 2 എലിമെന്റ്സ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ. 3 സ്ക്വയർ എന്താണ്? 9. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവും? 9 ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് അല്ല എന്ന് പറഞ്ഞു. എല്ലാ ഫംഗ്ഷൻസും റിലേഷൻസ് ആണെന്ന് പറഞ്ഞു. ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇമേജ് ആൻഡ് പ്രീ ഇമേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞു. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ പോയിന്റും പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ഫംഗ്ഷൻസിന്റെ ഒരു ബേസിസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഇനഫ് ഫോർ ടുഡേ. ബൈ.